ഇന്നത്തെ ടോപ്പിക്ക് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിൻ്റെ ബേസിക്കലി കെമിക്കൽ ഫോർമുല ടെറിഗോ ഗ്ലൂട്ടാമിക് ആസിഡ്. പിന്നെ RDA 200 മൈക്രോഗ്രാംസ് പെർ ഡേ. സോസസ് ഈസ്റ്റിൽ നിന്ന് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് എക്സെട്ര. ഏതെങ്കിലും 2-3 സോസസ് എഴുതുക. പിന്നെ അബ്സോർപ്ഷൻ മോണോ ഗ്ലൂട്ടാമേറ്റ് ഫോർമുല ഇത് ഓർത്തിരിക്കണം. അബ്സോർപ്ഷൻ മോണോ ഗ്ലൂട്ടാമേറ്റ് ഫോർമുല, ട്രാൻസ്പോർട്ട് പോളി ഗ്ലൂട്ടാമേറ്റ് ഫോർമുല. പിന്നെ അബ്സോർപ്ഷൻ നടക്കുന്നത് ജജനത്തിലാണ്. ട്രാൻസ്പോർട്ടും അബ്സോർപ്ഷനൊക്കെ സ്പെസിഫിക് ബൈൻഡിങ് പ്രോട്ടീൻസും ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസും ഉണ്ട്. പിന്നെ ഫോളിക് ആസിഡിന് സ്റ്റോറേജ് ഒന്നുമില്ല. കുറേ ഫോളിക് ആസിഡ് യൂറിനിലാണ് ഡയറക്റ്റ്ലി പോകണം, സിഗ്നിഫിക്കൻറ്റ് സ്റ്റോറേജ് ഇല്ലാത്തതാണ്. പിന്നെ ഫോളിക് ആസിഡിൻ്റെ ബയോകെമിക്കൽ ഫങ്ഷൻസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. ആക്റ്റീവ് ഫോം ഫോളിക് ആസിഡ് റിഡക്റ്റേഴ്സ് വഴി THFA ഉണ്ട്. അപ്പോൾ THFA മെയിനായിട്ട് ആക്സെപ്റ്റർ ഓഫ് 1 കാർബൺ കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഡിഫറെൻറ്റ് അമൈനോ ആസിഡ്സിനെ ആക്സെപ്റ്റ് ചെയ്ത് അത് വേറെ റിയാക്ഷൻസിൽ ട്രാൻസ്ഫർ ചെയ്യും ഈ 1 കാർബൺ കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ മീഥൈലായിട്ട്. അപ്പോൾ മീഥൈലായിട്ട് പോണത് അമൈനോ ആസിഡ്സ്, പ്യൂറിൻസ്, TMP ഇതിൻ്റെയൊക്കെ സിന്തസിന് മീഥൈൽ കൊടുക്കും. പിന്നെ കോളീൻ, എപ്പിനെഫ്രിൻ, ക്രിയാറ്റിൻ ഇതിൻ്റെ സിന്തസിനും മീഥൈൽ കൊടുക്കും. മീഥൈൽ കിട്ടണത് സെറീൻ, ഹിസ്റ്റഡീൻ, ഗ്ലൈസീൻ ഇതുപോലത്തെ അമൈനോ ആസിഡ്സിനാണ് 1 കാർബൺ കോമ്പൗണ്ട്സ് THFA ആക്സെപ്റ്റ് ചെയ്യണത്. പിന്നെ ഫോളേറ്റ് ട്രാപ്പ്, ഇതാണ് ഏറ്റവും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. THFA മീഥൈൽ THFA ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് കൺവേർട്ട് ചെയ്യണമെങ്കിൽ B12 ആവശ്യമാണ്. ഇത് റിവേഴ്സിബിൾ ആണ്. B12 ഇല്ലെങ്കിൽ B12 ഉണ്ടെങ്കിൽ മീഥൈൽ THFA ആവണമെങ്കിൽ ഈ മീഥൈൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്യേണ്ട. അപ്പോൾ ഈ മീഥൈൽ ഗ്രൂപ്പ് കൊബാലാമിൻ, അതായത് B12 ആക്സെപ്റ്റ് ചെയ്തിട്ട് മീഥൈൽ കൊബാലാമിൻ ആവും. അപ്പോൾ മീഥൈൽ THFA മീഥൈൽ കൊബാലാമിൻ പോയിട്ട് മീഥൈൽ കൊബാലാമിൻ ആവും. എന്നാൽ THFA നമുക്ക് ഫോം ചെയ്യണം. THFA ആണ് ആക്റ്റീവ് ഫോം, മീഥൈൽ THFA ഇൻആക്റ്റീവ് ആണ്. അപ്പോൾ മീഥൈൽ കൊബാലാമിൻ പോയിട്ട് മീഥൈൽ കൊബാലാമിൻ ആവും. എന്നിട്ട് ഈ റിയാക്ഷൻ വേറൊരു റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹോമോസിസ്റ്റീൻ മെഥിയോനൈൻ ആകുമ്പോൾ മെഥിയോനൈനൊരു മീഥൈൽ കൂടുതലാണ്. അപ്പോൾ ഹോമോസിസ്റ്റീനിലോട്ട് ഒരു മീഥൈൽ വന്നാലാണ് ഹോമോസിസ്റ്റീൻ മെഥിയോനൈൻ ആവുക. അപ്പോൾ ഈ മീഥൈൽ കൊടുക്കുന്നത് വൈറ്റമിൻ B12, അത് മീഥൈൽ കൊബാലാമിൻ എന്നുള്ള മീഥൈലാണ് ഹോമോസിസ്റ്റീനിൽ പോയിട്ട് ഹോമോസിസ്റ്റീൻ മെഥിയോനൈൻ ആവും. അപ്പോൾ ഈ റിയാക്ഷനൊക്കെ ഈ ഫോളേറ്റ് ഡെഫിഷ്യൻസിയുടെ മാനിഫെസ്റ്റേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ ഡെഫിഷ്യൻസിയിലോട്ട് വരിക. കോസസ് മേജറായിട്ട് ഈ ഫോളേറ്റ് ട്രാപ്പ് കാരണമാണ് ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടാവണേ. ഈ B12 ഡെഫിഷ്യൻസി വരുമ്പോൾ THFA ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് കാരണം ഫങ്ഷൻസ് നേരെ വർക്കാവില്ല. പിന്നെ അതർ കോസസ് ഉണ്ട്, അത് നിങ്ങൾ SDL ഒന്നുകൂടെ വായിച്ചു നോക്കണം വീഡിയോ കണ്ടിട്ട്. മാനിഫെസ്റ്റേഷൻസിൽ വരുമ്പോൾ ഫസ്റ്റ് DNA സിന്തസിസ് കുറയും. നമ്മൾ പിരമിഡിൻ സിന്തസിൽ പറഞ്ഞു DUMPയിലോട്ട് മീഥൈൽ ട്രാൻസ്ഫർ ചെയ്താണ് DTMP ഉണ്ടാവണേ. അപ്പോൾ ഈ എൻസൈം തൈമിഡലേറ്റ് സിന്തേസ് THFA മീഥൈലേ പോയിട്ട് ഇത് DHFA ആവും. അപ്പോൾ THFA കുറവാണെങ്കിൽ ഈ റിയാക്ഷൻ നടക്കില്ലല്ലോ. അപ്പോൾ തൈമിന് DNAയിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഫോളേറ്റ് ഡെഫിഷ്യൻസിയിൽ ഇൻകോർപ്പറേഷൻ ഓഫ് തൈമിൻ കുറയണ കാരണം TMP ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം DNA സിന്തസിസ് കുറയും. പിന്നെ രണ്ടാമത്തെ മാനിഫെസ്റ്റേഷനാണ് മാക്രോസൈറ്റിക് അനീമിയ. അപ്പോൾ DNA സിന്തസിസ് നമ്മൾ പറഞ്ഞു കുറയും ഫോളേറ്റ് ഡെഫിഷ്യൻസിയിൽ. അപ്പോൾ പ്രോട്ടീൻസും RNA സിന്തസിസും സാധാരണ പോലെ നടക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യും, ഇത് ഡിലേഡ് ആവും. അപ്പോൾ അത് കാരണം തന്നെ ഒരു അസിൻക്രോണി ഉണ്ടാവും. ലൈക്ക് DNA കുറവാണ്, ബാക്കി സൈറ്റോപ്ലാസവും ബാക്കിയെല്ലാം കൂടുതലാവും. അപ്പോൾ ഇതൊരു ഇമ്മച്വർ RBC ആവും, റെട്ടിക്കുലോസൈറ്റ് ആവും. അപ്പോൾ ഇമ്മച്വർ ആയതുകൊണ്ട് തന്നെ ഇതിന് 120 ഡേയ്സ് തിരക്കില്ല ലൈഫ് സ്പാൻ. അതിന് മുമ്പ് തന്നെ ഡിസ്ട്രോയിഡ് ആവും. അതുകൊണ്ട് അനീമിയ ഉണ്ടാവണം. അപ്പോൾ മാക്രോസൈറ്റിക് ആവാൻ കാരണം DNA സിന്തസിസ് ഡിലേഡ്, ബാക്കി സിന്തസിസ് കണ്ടിന്യൂ ചെയ്യും. ഇമ്മച്വർ പ്രീകസസ് കാരണം ഡിസ്ട്രോയിഡ് ഏർലി ആവും. അതുകൊണ്ട് മാക്രോസൈറ്റിക് അനീമിയ ഉണ്ടാവും. പിന്നെ നമ്മൾ റിയാക്ഷൻ പറഞ്ഞു ഹോമോസിസ്റ്റീൻ മെഥിയോനൈൻ ആവും. അപ്പോൾ ഇതിന് ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ മീഥൈൽ കൊബാലാമിൻ മീഥൈലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹോമോസിസ്റ്റീനിലോട്ട് മീഥൈൽ വരാൻ പറ്റില്ല. അപ്പോൾ ഫോളേറ്റ് ഡെഫിഷ്യൻസിയിൽ ഹോമോസിസ്റ്റീനിലോട്ട് മീഥൈൽ വരാൻ പറ്റാത്ത കാരണം മെഥിയോനൈൻ ആവാൻ പറ്റില്ല. അപ്പോൾ ഈ ഹോമോസിസ്റ്റീൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫോളേറ്റ് ഡെഫിഷ്യൻസിയിൽ. അപ്പോൾ ഈ ഹോമോസിസ്റ്റീൻ യൂറിനിലോട്ട് വന്നിട്ട് ഹോമോസിസ്റ്റീൻ യൂറിയ കോസ് ചെയ്യാം. പിന്നെ എക്സസ് ഹോമോസിസ്റ്റീൻ ആണെങ്കിൽ അത് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ MI ഒക്കെ കോസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് മാനിഫെസ്റ്റേഷൻ സ്പൈന ബൈഫിഡ.
അതായത് നമ്മൾ എംബ്രിയോളജി ഒക്കെ പഠിച്ചു, ഇൻകംപ്ലീറ്റ് ക്ലോഷർ ഓഫ് സ്പൈനൽ കോഡ്. പിന്നെ 2 ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഉണ്ട് ഫോളേറ്റുമായി ബന്ധപ്പെട്ട്. ഫിഗ്ലോ ടെസ്റ്റ്, അത് ഫോർമൈമിനോ ഗ്ലൂട്ടാമിക് ആസിഡ് ടെസ്റ്റ്. ഇതിൽ ഫോർമൈമിനോ ഗ്രൂപ്പ് ഫോളിക് ആസിഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് സാധാരണ, എന്നിട്ട് ഗ്ലൂട്ടാമിക് ആസിഡാണ് പിന്നെ യൂറിനിൽ പോകാറ്. പക്ഷേ ഫോളേറ്റ് ഡെഫിഷ്യൻസിയിൽ ഫോർമൈമിനോ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. സോ ഫോർമൈമിനോ ട്രാൻസ്ഫർ ഇല്ലാത്ത കാരണം ഫിഗ്ലോ ഡയറക്റ്റ്ലി യൂറിനിൽ അപ്പിയർ ചെയ്യും. പിന്നെ എയ്ക്കാർ ട്രാൻസ്ഫറിങ്ങിൽ കാർബൺ ട്രാൻസ്ഫർ ചെയ്യണത് N10 ഫോർമൽ THFA ആണ് എയ്ക്കാറിലോട്ട്. അപ്പോൾ ഫോളേറ്റ് ഡെഫിഷ്യൻസിയിൽ ഇത് ആബ്സെൻ്റ് ആവും. സോ എയ്ക്കാർ ഡയറക്റ്റ്ലി യൂറിനിൽ അപ്പിയർ ചെയ്യും. സാധാരണ ഒരു മേജർ ഗ്രൂപ്പ് എയ്ക്കാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്, പക്ഷേ ഫോളേറ്റ് ഇല്ലാത്ത കാരണം എയ്ക്കാർ ഡയറക്റ്റ്ലി യൂറിനിൽ വരും. പിന്നെ ഓർത്തിരിക്കുന്ന ചില ഡ്രഗ്സ്, ഇത് MCQ ചോദിക്കാം. ബാക്ടീരിയനെയും പാത്തജൻസിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യണത് അതിലുള്ള THFA ഡെഫിഷ്യൻസി കോസ് ചെയ്തിട്ടാണ്. അപ്പോൾ സൾഫണമൈഡും അമയോടെറിനും അമെത്തോടെറിനും ആൻറ്റി ബാക്ടീരിയൽ, പിന്നെ പൈറിമെത്തമീൻ ആൻറ്റി പ്ലാസ്മോഡിയൽ. അത്ര തന്നെയുള്ളൂ ഫോളേറ്റിനെ കുറിച്ച്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ STL ഒന്ന് വായിച്ചു നോക്കണേ.